വിഷ്ണുധർമ്മോത്തര പുരാണത്തിലെ മൂന്നാം ഖണ്ഡത്തിൽ 35-ാം അധ്യായം തുടങ്ങുന്നത്, അതായത് ചിത്രസൂത്രം തുടങ്ങുന്നത്, മാർക്കണ്ഡേയൻ അനിരുദ്ധന്റെ പുത്രനായ വജ്രൻ എന്ന യാദവ രാജാവിന് ചിത്രകലയുടെ ഉത്പത്തി വിവരിച്ചുകൊണ്ടാണ്. നരനാരായണന്മാർ ഹിമാലയത്തിൽ തപസ്സു ചെയ്യുകയായിരുന്നു. അവരുടെ തപശക്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞ ദേവേന്ദ്രൻ അവരുടെ തപസ്സിന് ഭംഗം വരുത്തുവാൻ രംഭ, തിലോത്തമ എന്നിവരടങ്ങുന്ന ഒരു സംഘം അപ്സരസുകളെ പറഞ്ഞയച്ചു. ദേഹസൗന്ദര്യം കൊണ്ട് ഭ്രമിപ്പിക്കാം എന്ന അഹങ്കാരത്തോടുകൂടി വന്ന ദേവസുന്ദരികൾക്ക് നാരായണമുനി തൻ്റെ തുടയിൽ സർവാംഗസുന്ദരിയായ ഒരു യുവതിയുടെ ചിത്രമെഴുതി കാണിക്കുകയും ആ ചിത്രത്തിന് ജീവൻ നൽകുകയും ചെയ്തു അത്രേ. തുടയിൽ നിന്നും ജനിച്ചവൾ എന്ന അർത്ഥത്തിൽ ആ യുവതിക്ക് ഉർവശി എന്നു പേര് നൽകി. ഉർവശിയെ കണ്ട ദേവസ്ത്രീകൾ സ്വയം ലജ്ജിക്കുകയും ഉർവശിയെയും കൂട്ടി ദേവലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇങ്ങനെ ചിത്രകലയുടെ ഉത്പത്തി നാരായണമുനിയിൽ നിന്നാണെന്നും ഒന്നാമത്തെ ചിത്രം ഉർവശിയുടേതാണെന്നും മാർക്കണ്ഡേയൻ വിശദീകരിക്കുന്നു. തുടർന്ന് നാരായണമുനി വിശ്വകർമാവിന് ചിത്രകലയുടെ തത്വങ്ങൾ ഉപദേശിച്ചു അത്രേ.